അധികാരത്തിന് വേണ്ടി ഞാൻ ഒരു രേഖയും തിരുത്തിയിട്ടില്ല. അധികാരത്തിന് വേണ്ടി ഒരു സമുദായ നേതാക്കന്മാരുടെയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ ചെന്ന് ചോദിച്ചിട്ടില്ല. മന്ത്രിയാകാൻ ഉമ്മൻചാണ്ടിയുടെയോ AK ആന്റണിയുടെയോ രമേശ് ചെന്നിത്തലയോ അടുത്തുപോലും ഞാൻ പോയിട്ടില്ല. ഇനിയോട്ട് പോകത്തില്ല. ഒരു സമുദായ നേതാക്കന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പുറകെ പോവില്ല. ഞാൻ ഇപ്പോൾ ആയ 2 സാധനങ്ങളും ഞാൻ ആവശ്യപ്പെടാതെ ദേശീയ നേതൃത്വം എന്നെ ആക്കിയതാണ്. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിലയിരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഏറ്റവും UDF അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് UDF നിൽക്കുന്നത്. അതിൽ നിന്ന് മാറ്റം വേണം. അപ്പം 2-3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഈ അഴിമതിയുടെ നിഴലിൽ നിന്ന് പുറത്തു വരണം. കുറച്ച് മുൻഗണനകൾ ഒന്ന് മാറ്റി നിശ്ചയിക്കണം. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് മെഗാ പ്രോജക്റ്റുകളിൽ നിന്ന് പുറകെ പോകാതെ അത്യാവശ്യമായ ആളുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് റീഡിഫൈൻ ചെയ്യണം. അത്രയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ. എന്റെ പാരമ്പര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. അത്ര ദീർഘകാലത്തെ പാരമ്പര്യമില്ല. ഇവരെ പോലെ സ്വാതന്ത്ര്യ സമര സേനാനിയും ഒന്നുമല്ല. ഞാനുണ്ടായിരുന്നു. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത് എന്താണെന്ന്. ദീർഘകാലത്തെ പാരമ്പര്യമൊന്നും അവകാശപ്പെടാറില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇവരെല്ലാം ഏത് പ്രായത്തിലാണ് ഇവരെയൊക്കെ വിമർശിച്ചിട്ടുള്ളത്? ഈ വിമർശിക്കാൻ ഒരു പ്രായം വേണം. AK ആന്റണിയുടെ പ്രായമായാൽ മാത്രമേ ഒരു വിമർശനപൂർവ്വം സംസാരിക്കാൻ, ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവരൊക്കെ ഏത് പ്രായത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്? ശ്രീ കരുണാകരനെയും ശ്രീ AK ആന്റണിയുടെയും സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ ആളുകളല്ലേ? അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച ആളുകളല്ലേ? അവർക്ക് പറയാൻ അവർക്ക് വേറെ ആരും ഒന്നും സംസാരിക്കരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എന്താ? കേരളം മുഴുവൻ പൊതുസമ്മേളനങ്ങൾ നടത്തി ആ പൊതുസമ്മേളനങ്ങളിൽ പരസ്യമായി കേരള ഭരണത്തിനെതിരായി ആഞ്ഞടിച്ച് കരുണാകരനെ താഴെ ഇറക്കണം. അത് പരസ്യമായി. AK ആന്റണിയെ താഴെ ഇറക്കാൻ രഹസ്യമായി കാർമ്മികത്വം വഹിച്ച ആളുകളല്ലേ? അവർക്കിപ്പോ ഏതെങ്കിലും ഒരു ശബ്ദം, ഒരു ഒച്ചയനക്കം കേൾക്കുമ്പോൾ അയ്യോ ഞങ്ങളെ മാറ്റാൻ വേണ്ടി വരികയാണ് എന്ന പേടിയാണ്. അത് പണ്ട് ചെയ്തതിന്റെ കുറ്റബോധം കൊണ്ട് തോന്നുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ശ്രീ ഉമ്മൻചാണ്ടി മാറണം എന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവികാരമാണ് ഞാൻ പറഞ്ഞത്. ഏത് കോൺഗ്രസ്സുകാരനോടും ഞങ്ങൾ വഴിയിൽ നിർത്തി ചോദിച്ചു എന്താണ് അവരുടെ അഭിപ്രായം എന്ന്. നന്നാകാൻ വേണ്ടിയിട്ടാണ്. നന്നാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഭരണ തുടർച്ച ഉണ്ടാകണം. ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെന്റ്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അതൊക്കെ ഇന്ന് ഇവർ കണ്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. മാനതകളില്ലാത്ത മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അസാമാന്യമായി പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ നിരന്തരമായി ഉണ്ടാകുന്ന ആരോപണങ്ങൾ കൊണ്ട് ഗവൺമെന്റിന്റെ പ്രതിച്ഛായയ്ക്കും മങ്ങലേക്കുന്നു. അത് അതിന്റെ ഗ്രാഫ് താഴോട്ട് വരുന്നു. അത് പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്ന നിലയിൽ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം എനിക്കുണ്ട്. അവരെ ഈ പ്രായത്തിൽ അവരൊന്നും ചെയ്തത്രയൊന്നും കുഴപ്പം നമ്മളാരും ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല.